നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജാബിർ വരിക്കോടൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ഈ കാണുന്ന ഷവോമിയുടെ സ്പീക്കറിൻ്റെ അൺബോക്സ് റിവ്യൂ ആണ് ചെയ്യുന്നത്, അഥവാ ഷവോമിയുടെ സൗണ്ട് ഔട്ട്ഡോർ സ്പീക്കർ. ഈ സ്പീക്കറിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഈ ബോക്സിന് മുകളിൽ നമുക്ക് സ്പീക്കറിൻ്റെ ഒരു ചിത്രം കാണാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ മോഡൽ നെയിം, അതുപോലെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫീച്ചറുകളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് റെഡ് ഡോട്ടിൻ്റെ 2024 വിന്നർ എന്നുള്ളൊരു മാർക്കും, ഒരു ട്രേഡ് മാർക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. അഥവാ 2024 ഏറ്റവും മികച്ച വയർലെസ് സ്പീക്കറിൻ്റെ വിന്നർ കൂടിയാണ് ഷവോമിയുടെ ഈ ഒരു സ്പീക്കർ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും അൺബോക്സിങ്ങും നമുക്കൊന്ന് നോക്കാം. അൺബോക്സിങ് വലിയ രീതിയിലൊന്നും ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. കാരണം ഇത് വാങ്ങുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്കിതിനെ വാങ്ങാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതിനാൽ ഓപ്പൺ ബോക്സ് എന്നുള്ള ആ ഒരു ഫീച്ചറിലൂടെയാണ് ഇത് വരുന്നത്. അഥവാ നമുക്കൊരു സാധനം ലഭിക്കുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്ത് നമ്മൾ കാണിച്ചതിന് ശേഷമായിരിക്കും നമുക്കതിൻ്റെ ഡെലിവറി അപ്ഡേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് കാരണം ഓൾറെഡി ഇത് ഓപ്പൺഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു കുഞ്ഞി ബോക്സ് ഉണ്ട്. ഈ ബോക്സിനകത്ത് നമുക്ക് ടൈപ്പ് സി കേബിളാണ് നൽകിയിരിക്കുന്നത്, അഥവാ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് സി കേബിള്. അതിനോടൊപ്പം ഈ ബോക്സിനകത്ത് നമുക്ക് ഇതിൻ്റെ കവറാണ് നേരത്തെ അയച്ചു വെച്ചതാണ്. നമുക്ക് വരുന്നത് ഷവോമിയുടെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. വേറെ പ്രത്യേകിച്ച് ഇതിനോടൊപ്പം നമുക്കൊന്ന് വലുതായിട്ടൊന്നും ലഭിക്കുന്നില്ല. ഒരു മാനുവൽ ഗൈഡും ചെറിയൊരു പേപ്പർ നമുക്ക് ലഭിക്കും. അത് കൊച്ചുങ്ങൾ കളിച്ചെവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓക്കെ, ബോക്സിനകത്ത് ഇതൊക്കെയാണ് നമുക്ക് കാണുന്നത്. ബോക്സിന് പുറത്ത് നേരത്തെ കാണിച്ചതുപോലെ എല്ലാ വശത്തും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളും അതിൻ്റെ മാനുഫാക്ചർ എവിടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. മറ്റു പ്രധാനമായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് കടക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ആദ്യമായി ഇതിൻ്റെ മുൻവശത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഷവോമിയുടെ ഒരു ബ്രാൻഡിങ് കാണാൻ സാധിക്കും. അതുപോലെ താഴെ ഗ്രിപ്പ് ഇതേ രീതിയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് റബ്ബർ ഗ്രിപ്പുകൾ 2 ഇവിടെ ഉണ്ട്. അതുപോലെ മുകൾ വശത്തായിട്ട് നമുക്ക് വോളിയം റോക്ക് ബട്ടണുകൾ കാണാൻ സാധിക്കും. ഒന്ന് മൈനസ്, മറ്റൊന്ന് പ്ലസ്, അഥവാ കൂട്ടുന്നതും കുറക്കുന്നതും. സെൻട്രലായിട്ട് നമുക്ക് പൗസ് ആൻഡ് പ്ലേ ബട്ടൺ ആണ്. പുറകുവശത്തായിട്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ട് ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്തായി പവർ ബട്ടൺ, തൊട്ടിപ്പുറത്ത് ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്ന ബട്ടൺ, അതിന് തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ മറ്റുള്ള സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സിംഗിങ് ബട്ടണും ഉണ്ട്. അതുപോലെ ഏറ്റവും മുകളിലായിട്ട് നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തായിട്ട് മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഗ്രിപ്പുകൾ നൽകണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഇരുവശങ്ങളിലായിട്ട് 2 വൂഫറുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ സിലിക്കോണിൻ്റെ കോട്ടിങ്ങോട് കൂടിയാണ് ഇതിനെ ആവരണം ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് ഇതിനുള്ളത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതുപോലെ ഈ വശത്തായിട്ട് ഡിസൈൻഡ് ബൈ ഷവോമി എന്നുള്ള ആപ്പിൽ നിന്നും കടമെടുത്ത ആ ഒരു ഡയലോഗ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ ഇതിൻ്റെ പുറത്ത് വരുന്ന ഫീച്ചറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫീച്ചറുകളിലേക്ക് ഇറക്കുകയാണെങ്കിൽ 30 വാട്ടിൻ്റെ സ്പീക്കറുകളാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്കിതിന് ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല 12 മണിക്കൂറോളം നമുക്കിതിന് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും സ്റ്റീരിയോ സൗണ്ടാണ് ഇതിന് ലഭിക്കുന്നത്. അതുപോലെ IP67 വാട്ടർ പ്രൂഫ് ആൻഡ് റസ്റ്റ് പ്രൂഫ് തന്നെ ഇതിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് മഴയത്തും വെയിലത്തും പൊടിയിലും മഞ്ഞിലും ഒക്കെ നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ. ട്രക്കിങ്ങിനായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പിക്നിക്ക്, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ഔട്ട്ഡോറിലോ ഇൻഡോറിലോ ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന, നമ്മുടെ കൂടെ എപ്പോഴും കൊണ്ടു നടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അധികം വലിപ്പമില്ലാത്ത എന്നാൽ നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള ഒരു കിടിലൻ സാധനമാണിത്. അതുപോലെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതേ രീതിയിലുള്ള ഷവോമിയുടെ 100 സ്പീക്കറുമായിട്ട് ഒരേ സമയം കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിനെ കണക്ട് ചെയ്ത് ഏതെങ്കിലും പാർട്ടിയിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അഥവാ അപ് ടു 100 സ്പീക്കർ ഒരേ സമയം കണക്ട് ചെയ്യാം. നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല എങ്കിലും സുഹൃത്തുക്കളുടെ കയ്യിലൊക്കെ ഇങ്ങനെയുള്ള സ്പീക്കറുകൾ ഉണ്ട് എങ്കിൽ ഇത് കണക്ട് ചെയ്തുകൊണ്ട് നല്ല ശബ്ദത്തിൽ, കൂടുതൽ ശബ്ദം വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് ഒരു ഫോണിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്പീക്കറിലും ഒരേ സമയം കേൾക്കുന്ന രീതിയിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിന് അവൈലബിൾ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. അതുപോലെ ബ്ലൂടൂത്ത് 5.3 ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഏതൊരു ഫോണുമായിട്ട്, ഐഫോൺ ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ, ഏതും വളരെ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യുകയും 12 മണിക്കൂറോളം തുടർച്ചയായി നമുക്ക് ഇതിനകത്ത് പാട്ട് കേൾക്കാനും സാധിക്കും. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഇതിൻ്റെ ഔട്ട്ഡോർ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന റിസൾട്ട്. അപ്പോൾ ഓവറായിട്ട് ഈ ഒരു സ്പീക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 3000 മുതൽ 4000-നുള്ളിലാണ് ഇതിൻ്റെ വില നമുക്ക് വരുന്നത്. ഓരോ ഓഫറുകളനുസരിച്ച് ഇതിൻ്റെ വിലയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. എങ്കിലും 3000-4000 അതിനകത്തായിട്ടാണ് ഇതിന് വില വരുന്നത്. ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച ഒരു സ്പീക്കർ എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നല്ലൊരു സ്പീക്കർ ഈ ഒരു റേഞ്ചിൽ 3500 റേഞ്ചിൽ നല്ലൊരു സ്പീക്കറും സെർച്ച് ചെയ്തതിൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് ഇത് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ തന്നെ വാങ്ങിയത്. അതിനനുസരിച്ചുള്ള റിസൾട്ടുമാണ് ഇതെനിക്ക് നൽകുന്നതും. ഈ ഒരു സ്പീക്കർ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കളറുകൾ ചൂസ് ചെയ്യാം. ഞാൻ മുമ്പ് വാങ്ങിയ സ്പീക്കറുകളൊക്കെ ബ്ലാക്ക് ആയതിനാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി റെഡിനെ സെലക്ട് ചെയ്തത്. എന്നാലും കാണാനും നല്ല രസമുണ്ട്. നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ലുക്ക് തന്നെ ഇതിന് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷവോമി എന്നൊരു ബ്രാൻഡിൻ്റേതാണ്. ഷവോമി നിങ്ങൾക്കറിയാം, അത്യാവശ്യം തിരക്കേടില്ലാത്ത, നമ്മൾ നൽകുന്ന വിലയ്ക്ക് തിരക്കേടില്ലാത്ത ഒരു പ്രൊഡക്റ്റ് നമുക്ക് നൽകുന്നതിൽ ഏറ്റവും മികച്ചൊരു ബ്രാൻഡ് തന്നെയാണ് ഷവോമി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ തന്നെയാണ് ഈ സ്പീക്കറിനും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയുമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.